നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു വികസിത, അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്ക് ക്ഷേമമുള്ള ഐശ്വര്യമുള്ള രാജ്യമായി മാറണമെങ്കിൽ ഏറ്റവും ഒന്നാമതായിട്ട് നടക്കേണ്ടത് നമുക്ക് നല്ല ഒരു ഉണ്ടാകണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. അനേകം ഭരണതലങ്ങളുണ്ട്. അവയെല്ലാം കളഞ്ഞ് വളരെ സുതാര്യമായ, വളരെ കാര്യക്ഷമമായ ജനങ്ങൾ ഭരിക്കുന്ന ഒരു 3 ഭരണതലങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് പറഞ്ഞത്. അതിൽ ചിലരൊക്കെ ചില സംശയങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചു. അതായത് വില്ലേജ് ഓഫീസ് വേണ്ട, താലൂക്ക് ഓഫീസ് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ, ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യും, എങ്ങനെ കാര്യമണിക്കുമെങ്കിൽ എങ്ങനെ വരുമാനം സൃഷ്ടിക്കും എന്നൊക്കെ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇതേപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, പുസ്തകം വായിച്ചവരാരും അതിനൊരു ഇതുപോലുള്ളൊരു സംശയം തോന്നുന്നത്. കാരണം അതിൽ അത്യാവശ്യം വിശദമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ ചുരുക്കി ഏറ്റവും പ്രധാന പോയിന്റുകൾ മാത്രം പറയുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒരു വ്യക്തമായ അല്പം കൂടെ ഒരു പ്രായോഗികമായൊരു ഈ മേഖല ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട ഭരണതലം എന്ന് പറയുന്നത് ഇന്ന് പഞ്ചായത്താണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ്, അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. അതിൽ മുനിസിപ്പാലിറ്റി, പ്രത്യേകിച്ച് കോർപ്പറേഷൻ, ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അവിടെ കുറേ മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലാതെ അവിടെ എന്ത് നടക്കുന്നു എന്ന് പോലും നമുക്ക് അറിഞ്ഞില്ല. അവിടെ എന്ത് നടക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒരു സ്വാതന്ത്ര്യമോ അവകാശമോ കിട്ടുന്നുമില്ല. എന്ന് മാത്രമല്ല, ഫലത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്, നമ്മൾ ഒരു പഞ്ചായത്തിലെ ജനങ്ങൾ സ്ഥിരമായി ഗവൺമെൻറ്റിന് നികുതി കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്ന വലിയ യജമാനൻ്റെ അടുത്ത് കൈക്കുമ്പിൾ നീട്ടി യാചിച്ച് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണം. അത് പിന്നെ പഞ്ചായത്ത് ജനങ്ങൾക്ക് ആ സൗജന്യം നൽകുന്നത് പോലെ വിതരണം ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന പണം സൗജന്യം നൽകുന്നത് പോലെ വിതരണം ചെയ്യുന്നു. പക്ഷെ അങ്ങനെ വിതരണം ചെയ്യാനും പലപ്പോഴും ആളുകൾക്ക് അവരുടെ വരുമാനം കുറവാണ് എന്ന് തെളിയിക്കണം. പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കുറവാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ വരുമാനം കുറവാണെന്ന് നമ്മൾക്ക് സർട്ടിഫൈ ചെയ്ത് തരുന്നവരാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ലാത്ത, നമ്മളൊരിക്കലും അധികാരം കൊടുത്തിട്ടില്ലാത്ത വില്ലേജ് എന്ന് പറയുന്ന ഓഫീസാണ്. ശരിക്കും വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം തന്നെയാണ്, നമുക്കറിയാം. അതായത് പഞ്ചായത്താണ് വില്ലേജ് ആകേണ്ടത്. പക്ഷേ ഈ വില്ലേജിൽ ആരോ നിയമിച്ച, എവിടുന്നോ രാവിലെ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആളുകളാണ് നമുക്ക് വരുമാനം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് കുറേയെങ്കിലും അറിയാവുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കാണ് കുറേയെങ്കിലും അറിയാവുന്നത്. പക്ഷേ അവരോട് ഈ വില്ലേജിൽ ഉള്ള ഉദ്യോഗസ്ഥർ പറയണം നമുക്ക് വരുമാനം ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനും അപ്പുറം പിന്നീടും നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾക്ക് കുറേ എന്തൊക്കെയോ സൗജന്യങ്ങൾ കൊടുക്കുന്നു. അതിനപ്പുറം ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കാൻ വേണ്ടി വീണ്ടും മറ്റൊരു തലം വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന്. പണ്ടേ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ കൂട്ടം ജനങ്ങളുടെ കാര്യം തീരുമാനിക്കുന്ന ഒരു ജനങ്ങളുമായി കാര്യമായ ബന്ധമില്ലാത്ത ബ്ലോക്ക് ഡെവലപ്മെൻറ്റ്, പലരും ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഓഫീസ് എന്ന് വിളിച്ചിരുന്ന ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു. അതിനെ കുറേ രാഷ്ട്രീയക്കാർക്ക് ഒരു ഇടം എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നാക്കി ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ പഞ്ചായത്തിലൂടെ വിതരണം ചെയ്യാവുന്ന കുറേ സൗജന്യങ്ങൾ ഇപ്പോൾ അതിലൂടെയും വിതരണം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത് കുറേ ഉദ്യോഗസ്ഥർക്കും കുറേ രാഷ്ട്രീയക്കാർക്കും ഒരവസരം, അവർക്ക് എന്തെങ്കിലും ഒരു പണി, അതിനുവേണ്ടി ജനങ്ങളുടെ പണം ചെലവഴിച്ച് നടന്നൊരു സ്ഥാപനമായി മാറുന്നു. അതിനൊപ്പം നമ്മുടെ രജിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്നൊരു സംഗതി, നമ്മൾ എന്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിലും അവിടെ ചെയ്യണമെന്നാണ് നിബന്ധന. പ്രത്യേകിച്ച് നമ്മളെല്ലാം നമ്മുടെ സ്ഥലമാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുന്നു, അത് അവിടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞും നിയമം പറയുന്നു അപ്പോഴും നമ്മുടേതായിട്ടില്ല.
പിന്നെ അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകണം. അവിടെ നിന്ന് വീണ്ടും അത് താലൂക്ക് ഓഫീസിലേക്ക് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ താലൂക്ക് ഓഫീസിൽ പോകണം. അത് പിന്നെ കളക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും കൊണ്ടുപോയി പേരിൽ കൂട്ടണമെന്നൊക്കെ എന്തോ കാരണത്താൽ നിയമത്തിൽ, നമ്മുടെ ഭാഗ്യത്തിന് നിയമത്തിൽ എഴുതിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെയെല്ലാം പോകേണ്ടി വരുമായിരുന്നു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരാവശ്യവുമില്ലാതെ ജനങ്ങളുടെ പണം ചെലവഴിച്ച് കുറേ ഉദ്യോഗസ്ഥർക്കും കുറേ രാഷ്ട്രീയക്കാർക്കും വേണ്ടി മാത്രമുള്ള തലങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. എന്ന് മാത്രമല്ല, ഈ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ കാര്യം നടത്തണമെങ്കിൽ പലപ്പോഴും നമുക്കറിയാം എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ടണം. അതുപോലെ തന്നെ വില്ലേജിലും താലൂക്കിലുമൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഒരാവശ്യമുള്ള കാര്യങ്ങളല്ല, അതെല്ലാം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി പണം ചെലവഴിച്ച് നടക്കണം, ഒത്തിരി സമയം ചെലവഴിച്ച് നടക്കണം, ഒത്തിരി ജോലി ചെയ്യാനുള്ള നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളർത്തി നമ്മൾ ദാരിദ്ര്യം ഏറ്റുവാങ്ങണം. അതിലും ഉപരിയായിട്ട് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ നമ്മൾ വേദന അനുഭവിച്ച് നടക്കണം. ഇതെല്ലാം കഴിയുമ്പോഴും വീണ്ടും അതിനൊന്നും തന്നെ ഒരു വിലയില്ലാത്ത ഒരു അനുഭവമാണ് ഇന്ന് ജനങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ച് വില്ലേജ് ഓഫീസിൽ പേരിക്കൂട്ടി താലൂക്കിൽ പേരിക്കൂട്ടി ജീവിക്കാൻ തുടങ്ങി, ഒരു വീട് വെച്ച് ജീവിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ പറയാണ് നിങ്ങളുടെ വീടും മുറ്റവുമുള്ള നിങ്ങളുടെ 5 സെൻറ്റ് സ്ഥലം തോട്ടമാണ്. അതെന്തോ മഹാ അത്ഭുതമാണ്. ഗവൺമെൻറ്, അതായത് രജിസ്റ്റർ ഓഫീസിൽ നമുക്ക് എഴുതി തരിക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് എഴുതി തരുന്നത്. അത് വീണ്ടും വില്ലേജിലും താലൂക്കിലുമൊക്കെ ഗവൺമെൻറ്റാണ് നമുക്ക് തരുന്നത്. ഇവരിതെല്ലാം ചെയ്തു കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ടാണ്. അല്ലെങ്കിൽ നമുക്കറിയാം മറ്റു പല രീതികളിലും അത് നമ്മുടെ സ്ഥലമല്ലാതായി രജിസ്റ്റർ ഓഫീസിൽ നിന്നും വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നൊക്കെ നമ്മുടേതാക്കി മാറ്റിയെന്ന് നമ്മൾ വിചാരിച്ച സ്ഥലം അപ്രതീക്ഷിതമായി കുറേ കാലം കഴിയുമ്പോൾ നമ്മുടേതല്ല എന്ന് പറയുന്ന സംവിധാനങ്ങൾ. ഇതിലൊന്നും ജനങ്ങൾക്ക് ഒരു റോളും കിട്ടുന്നില്ല. ജനങ്ങൾ ഇവർക്കെല്ലാം വേണ്ടി പണം മുടക്കുന്നു. ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് പണവും സമയവും കളഞ്ഞ് ബുദ്ധിമുട്ടുന്നു. അതും കഴിഞ്ഞ് ഇവരെല്ലാം തീരാവേദനകളാണ് ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്. അതും കഴിഞ്ഞിട്ട് നമ്മളൊരു കളക്ടറേറ്റ്, ഒരു ജില്ലയുടെ ഒരു ഓഫീസ് എന്ന നിലയിൽ നേരത്തെ കളക്ടറേറ്റ് ഉണ്ടായിരുന്നു. അതും വലിയ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ഒക്കെയാണ് അവിടെ ഉള്ളത്. അത് പോരാഞ്ഞിട്ടാണ് ജനങ്ങളിലേക്ക് അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും മറ്റൊരു സംവിധാനം കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത്. അവരെന്താ ചെയ്യുന്നത്? അതും ജനങ്ങൾ നികുതിയായിട്ട് കൊടുത്ത കാശ് അവരുടെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നത് അവിടെയും മറ്റു കുറേ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ട് അത് മാറ്റിവെച്ചേക്കുവാണ്. അതിലൂടെ എല്ലാം കാര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ നടക്കാതിരിക്കുകയാണ്. എൻ്റെ തന്നെ നേരിട്ട് അനുഭവത്തിലുള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ മഴക്കാലത്ത് വെള്ളം കയറി സ്ഥിരമായി ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു റോഡ് നന്നാക്കാനായിട്ട് ഒരു MLA ഒരു ഓഗസ്റ്റ് മാസത്തിൽ അതിനുള്ള പണം അനുവദിച്ചു. അപ്പോൾ MLA ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്ന ആളാണ്. അദ്ദേഹം അത് വളരെ നന്നായിട്ട് ചെയ്തു. കാരണം ആ അത്യാവശ്യം ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് അടുത്ത വേനൽക്ക് റോഡ് പണിയാം. പക്ഷെ സംഭവിച്ചത് ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവിച്ച പണം കളക്ടറേറ്റിലെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും പിന്നെ അനുഭവിച്ചാലേ ജനങ്ങൾക്ക് കിട്ടൂ. അവരത് അനുഭവിച്ചത് ഫെബ്രുവരി മാസത്തിൽ. അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ ബ്ലോക്കിൽ വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ കുറേ പഠനങ്ങളും എല്ലാം നടത്തി സാങ്ഷൻ തരണമെന്നാണ് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ പിന്നെ ജില്ലാ പഞ്ചായത്തിലെ ആളുകൾ അവിടെ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടു. അവിടെ ജില്ലാ പഞ്ചായത്തിലെ തമ്പുരാക്കന്മാരും നേതാക്കന്മാരും എല്ലാം ഇതിൻ്റെ വരും വരായികളും സകലതും ജനങ്ങൾക്കത് കൊടുക്കണോ എങ്ങനെ കൊടുക്കണം എന്നതിൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നീടുള്ള കാലവർഷം ആരംഭിച്ചു. ജനങ്ങൾ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ആ ദുരിതം അനുഭവിക്കും. ഈ സംവിധാനങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞാലേ ഇവിടെ ജനങ്ങൾക്ക് സന്തോഷമായിട്ട് ജനങ്ങൾക്ക് ക്ഷേമം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മളെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി ഇതിന് മാറ്റങ്ങൾ വന്നേ പറ്റൂ. നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ചെയ്യണം. കരമടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കണം. അവർ വരുമാന സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ, വില്ലേജ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവരെല്ലാം ചെയ്യുന്നത് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും
മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന ആ ഡിഫറൻസ് വച്ചിരിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് എന്നും ഈ ഡിഫറൻസ്, ഈ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നും മാത്രമല്ല, ഈ കോർപ്പറേഷനുകളിലൊക്കെ ഇത് ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നുള്ളതാണ്. ഇനി അതും മാറ്റം വരുത്തി എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ഒരു പ്രാഥമിക ഭരണ തലമാണ് ഉണ്ടാകേണ്ടത്. അത് പഞ്ചായത്ത് പോലെ, പക്ഷെ പഞ്ചായത്ത് എന്ന പേര് അതിന് ഉപയോഗിക്കാൻ പാടില്ല. അതിനും വളരെ കൃത്യമായൊരു കാരണമുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് മൊത്തം നടപ്പാക്കുമ്പോൾ പല നാടുകളിലും പഞ്ചായത്ത് എന്ന് പറയുന്നത് ചിലരുടെ കൈവശം ഇരിക്കുന്നവയാണ്, അവരുടെ കുത്തകകളാണ്, ചില കുടുംബങ്ങളുടെ അല്ലെങ്കിൽ ചില ജാതികളുടെ അങ്ങനെയൊക്കെ കുത്തകകളാണ്. ആ പഞ്ചായത്ത് എന്ന പേര് നിലനിർത്തിക്കൊണ്ട് ഈ സംവിധാനത്തെ മാറ്റം വരുത്തിയാൽ പോലും അത് സ്ഥിരമായി മുതലെടുത്ത് പോരുന്നവർ ആ പേരുപയോഗിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളെ മാറ്റിമറിച്ചെന്നിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ ഈ പഞ്ചായത്തിന് പകരമുള്ള സംവിധാനം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്.